മുഖ്യമന്ത്രി വി ഡി സതീശൻ നേരിടാൻ പോകുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടവ ഈ ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്ന ഇത്രയും സൗജന്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയിലാണോ, നല്ല സ്ഥിതിയിലാണോ നമ്മുടെ സംസ്ഥാനത്തിലെ ഖജനാവ്? നമുക്കറിയാം, വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് കേന്ദ്രത്തിൻ്റെ കൂടി സഹായവും പിന്തുണയും അനുവാദവും ഒക്കെ ആവശ്യമാണ്. രാഷ്ട്രീയ വൈര്യം കാരണം കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും കേരളത്തെ ഞെക്കിക്കൊല്ലില്ലേ? എങ്ങനെയാണ് അങ്ങ് ഈ ഒരു വെല്ലുവിളികളെ, വി ഡി സതീശൻ നേരിടാൻ വേണ്ടി പോകുന്ന വെല്ലുവിളികളെ വിലയിരുത്തുന്നത്? കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന വ്യക്തിയാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ വിഷയത്തിൽ ഏറ്റവും അധികം ഗൗരവമുള്ള പ്രസ്താവനകൾ നടത്തിയ രാഷ്ട്രീയക്കാരനാണ് വി ഡി സതീശൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി അധിക ദിവസം സർവീസിലില്ല, ഒരു തരത്തിൽ അതൊരു ഭാഗ്യമാണ്. ഞാൻ ചോദിച്ചു അതെന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ചുമതലയെടുക്കുന്ന ഈ വരുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം തന്നെയാണല്ലോ ധനകാര്യമന്ത്രി എന്ന് പറയുന്നു ഇപ്പോൾ വാർത്തകളിലൂടെ. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, മറുപടി പറയാൻ ബുദ്ധിമുട്ടേണ്ടി വരും. ഞങ്ങളാരുമല്ല GST പിരിവ് കേരളത്തിൽ കുറവായതിൻ്റെ കാരണക്കാർ. പക്ഷേ ഓരോ കാലത്തും അധികാരത്തിലിരുന്ന സർക്കാരിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പല രീതിയിലും വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഏതായാലും റിട്ടയർ ചെയ്യുന്ന കാരണം ഞാൻ ഈ പുതിയ ധനകാര്യമന്ത്രിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ വിയർക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലൊരു കുളിർമയുണ്ടെന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. പുതിയ UDF സർക്കാർ വിവിധ മേഖലകളിലായിട്ട് വലിയ ക്ഷേമ പദ്ധതികളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇപ്പം ജൂൺ 15 തൊട്ടല്ലേ സ്ത്രീകൾക്ക് ബസ്സിൽ, KSRTC ബസ്സിൽ സൗജന്യ യാത്ര, ക്ഷേമ പെൻഷനുകളുടെ വർധനവ്, ആരോഗ്യ പദ്ധതികൾ, സർക്കാർ ജീവനക്കാർക്ക് കിട്ടാനുള്ള പലതരം കുടിശ്ശികകളുടെ വിതരണം. അങ്ങനെ ഈ എത്ര കിട്ടിയാലും മതിവരാത്ത ആവശ്യങ്ങളാണ് കേരളത്തിലുള്ളത്. പക്ഷെ അങ്ങ് വരുമാനം ഉണ്ടോ കേരളത്തിന്? കേരളത്തിൻ്റെ ഒരു വർഷത്തെ റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത്, അതായത് നികുതി, ഫീസ് തുടങ്ങിയൊക്കെ ഇനങ്ങളിലുള്ള വരുമാനം 1,52,000 ചില്ലുവാനം കോടിയാണ്. അതായത് 52,600 ആ രീതിയിൽ 300 കോടിയും കണ്ടാണ്. അപ്പോൾ പക്ഷേ ചെലവ് എത്രയാണെന്നറിയാവും? ഏതാണ്ട് 1,80,000 കോടിയോളം വരും, 1.80 ലാക്ക്. അതായത് സംസ്ഥാനം നിലനിൽക്കുന്നത് ഓരോ വർഷവും ഏതാണ്ട് ഒരു 10-30,000 കോടി രൂപ കടമെടുക്കുന്നുണ്ട് സംസ്ഥാനം. അത് കഴിഞ്ഞ 2-3 വർഷത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു 24,000, 25,000, 30, 29,000 ചില്ലുവാനോ അങ്ങനെയുള്ള കോടികളാണ് ഓരോ വർഷവും കടമെടുക്കുന്നത് കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട്. ഇനി സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഞാനീ പറഞ്ഞ റവന്യൂ റെസിപ്റ്റ് മാത്രമല്ല. സംസ്ഥാനത്തിന് ഈ ക്യാപിറ്റൽ വരുമാനം എന്ന് പറയുന്ന കാറ്റഗറിയിലുണ്ട്, ലോണും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാപിറ്റൽ വരുമാനം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തോട്ട് വരുന്ന മൂലധന നിക്ഷേപങ്ങൾ, ഗ്രാൻറ്റുകൾ, അതൊക്കെയാണ്. പിന്നെ സംസ്ഥാന സർക്കാർ ലോൺ എടുക്കും. എല്ലാം കൂടെ ചേർത്താലും എനിക്ക് തോന്നുന്നു 1,95,000, 96,000 കോടി രൂപ ഒക്കെയാണ്. ഇന്ത്യയിലെ പല സ്വകാര്യ കമ്പനികൾക്കും ഇതിനേക്കാൾ വലിയ വാർഷിക വരുമാനമുണ്ട്. മനസ്സിലായോ? ഈ 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം കോടി രൂപ വാർഷിക വരുമാനമുള്ള ഒരുപാട് IT കമ്പനികളൊക്കെ ഉണ്ട്. ടാറ്റയുടെ ഒക്കെ വരുമാനമായിട്ട് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതൊക്കെ പോട്ടെ. അപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ വളരെ തുച്ഛമായ വരുമാനമുള്ള ഒരു പ്രദേശമാണെന്ന് ഒന്ന് മനസ്സിലാക്കാനാണ് ഞാനീ പറഞ്ഞത്. ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിലെ 73% ശമ്പളം, പെൻഷൻ, അതുപോലെ ഈ നികുതിയുടെ നമ്മളെടുത്ത ലോണിൻ്റെ പലിശ അടയ്ക്കുക, ഈ 3 കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന് 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്നിരിക്കട്ടെ. അതിൽ പിന്നെ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പണ്ടെടുത്ത കടത്തിൻ്റെ പിന്നെ പലിശ കൊടുക്കാനുമായിട്ട് ഈ പിന്നെ 73,000
രൂപ കൊടുക്കേണ്ട വരും. അപ്പം 1,00,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 73,000 രൂപ ഈ 3 പർപ്പസിനായിട്ട് പോകും. ബാക്കി 27,000 രൂപയാണ് പല എനിക്ക് തോന്നുന്നു ദൈനംദിന ചെലവ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും ബാക്കി വരുന്നത്. അപ്പൊ പിന്നെ എവിടെ വികസന പദ്ധതിക്ക് എവിടെ നിന്നാണ് പിന്നെ സംസ്ഥാന സർക്കാരിന് വരുമാനം? വികസന പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഈ വരുമാനമില്ല. ഈ ശമ്പളവും പെൻഷനും പിന്നെ കടമെടുത്തതിന്റെ പലിശയും കൊടുക്കാതിരിക്കാൻ പറ്റും. ലോൺ ഡീഫോൾട്ട് ചെയ്യുന്ന സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാനം എല്ലാ വർഷവും പലതവണ ലോൺ എടുക്കും, പൊതു കടമെടുക്കും. ആ കടമെടുത്താലേ സംസ്ഥാന സർക്കാരിന് തള്ളി നീക്കാൻ പറ്റും. ഞാൻ ആദ്യമേ അതുകൊണ്ടാണ് പറഞ്ഞത് സംസ്ഥാന സർക്കാർ ഒരു വർഷം ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 30,000 കോടി രൂപയോളം കമ്മിയാണ്. സ്വാഭാവികമായിട്ടും ഇത് കടമെടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അനുവാദം വേണം. അതെന്തുകൊണ്ടാണ് വേണ്ടത്? പിന്നെ ഭരണഘടന പ്രകാരം സംസ്ഥാനത്തിന് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് ലോൺ റേസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ കേന്ദ്രം ജാമ്യം നിന്ന ഔട്ട്സ്റ്റാൻഡിങ് ലോൺ ഉണ്ടെങ്കിൽ, അതായത് മുൻപെടുത്ത അടച്ചു തീർക്കാത്ത ലോണുകൾ അതിൻ്റെ ഗ്യാരണ്ടി ആയിട്ട് കേന്ദ്രം നിന്നിട്ടുണ്ടെങ്കിൽ ഇനി ലോൺ എടുക്കണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുവാദം വേണം. അങ്ങനെ അടച്ചു തീർക്കാത്ത ഇഷ്ടംപോലെ ലോൺ ഉണ്ട്, എങ്ങനെ അടച്ചു തീർക്കും? ഒരിക്കലും അടച്ചു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഓരോ തവണയും ലോൺ എടുക്കുമ്പോൾ വേണം. അപ്പോൾ കേന്ദ്ര സർക്കാർ കുറേ നിബന്ധനകൾ വെക്കും. ഇതാണ് പ്രശ്നം. അപ്പം കേന്ദ്രത്തിന് വേണമെങ്കിൽ സംസ്ഥാനം ലോൺ എടുക്കുന്നതിന് അനുവദിക്കാതിരിക്കാം. ലോൺ എടുക്കുന്നതിന് അനുവദിക്കാതിരുന്നാൽ ദൈനംദിന കാര്യങ്ങൾ ഉൾപ്പെടെ ശമ്പള വിതരണം ഉൾപ്പെടെ തടസ്സപ്പെടും. തടസ്സപ്പെട്ടാലോ സംസ്ഥാനത്ത് ആകെ രാഷ്ട്രീയ സാമൂഹ്യ സ്ഥിതി പ്രക്ഷുബ്ധമാവും. പ്രാവശ്യം പ്രതിപക്ഷത്തിരിക്കുന്നത് കോൺഗ്രസ് അല്ല, CPM ആണെന്ന് ഓർക്കണം. അവര് ഒരു കാരണം നോക്കിയിരിക്കുകയാണ്. അവർ കിടന്ന് കടിപിടി ബഹളം വെക്കും. BJP അപ്പുറത്തുണ്ട്, പഴയതുപോലല്ല. 3 BJP MLA-മാരടങ്ങുന്ന ഒരു ബ്ലോക്കുണ്ട്. അപ്പോൾ സതീശനെ വേണമെങ്കിൽ ബുദ്ധിമുട്ടിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. കാരണം ഇടതുമുന്നണി ഭരിച്ച് പണ്ട് സതീശൻ തന്നെ പറഞ്ഞതുപോലെ ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുന്ന അവസ്ഥയാണ്. ഈ ഒരു സാമ്പത്തിക നില കേരളത്തിലെ നിലനിൽക്കുന്നുണ്ട്. ഈ നിലനിൽക്കുന്ന സാമ്പത്തിക നിലയിൽ നിന്നും പുറത്തു വരിക അത്ര എളുപ്പമല്ല. പല ആൾക്കാരും ചോദിക്കും, ഇപ്പോൾ സംശയം ഉണ്ടായിരിക്കും, കർണാടക സർക്കാർ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര കൊടുക്കുന്നില്ലേ? കർണാടകത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ലേ? തെലുങ്കാനയിലും കോൺഗ്രസ് സർക്കാരാണല്ലോ ഭരിക്കുന്നത്, അവരും ആനുകൂല്യമൊക്കെ കൊടുക്കുന്നില്ല. തെലുങ്കാനയിലെയും കർണാടകത്തിലെ സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നല്ലയോ കേരളത്തിലെ ഈ സതീശൻ സർക്കാരിനെ ഒന്ന് പോടേ, ഇങ്ങനെ ചുമ്മാതെ വാചവടിയായിട്ട് ഇങ്ങനെ രാവിലെ വന്നിരിക്കുകയാണെന്ന് ചിലർ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കർണാടകവും തെലുങ്കാനയും മിച്ച ബഡ്ജറ്റുള്ള സംസ്ഥാനങ്ങളാണ്. കേരളം, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് കമ്മി എന്ന് പറയുന്നത് 30,000 കോടി രൂപയുടെ അടുത്താണെങ്കിൽ കർണാടകത്തിന് കഴിഞ്ഞ വർഷം 13,000 കോടി രൂപ മിച്ചമാണ് ബഡ്ജറ്റിൽ. തെലുങ്കാനയ്ക്ക് 5,000-ലധികം കോടി രൂപ മിച്ചമുണ്ട്. ഈ മിച്ച ബഡ്ജറ്റുള്ള സംസ്ഥാനത്തിന് ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഗൗതത്തിന്റെ കയ്യില് ഗൗതത്തിന് 1,00,000 രൂപ ഒരു മാസം വരുമാനം ഉണ്ടെന്നിരിക്കട്ടെ. ഗൗതത്തിന്റെ എല്ലാ ചെലവുകളൂടെ വരുന്നത് ഒരു 80,000 രൂപയാണ്. ഗൗതത്തിന് വേണമെങ്കിൽ എല്ലാ മാസവും 20,000 രൂപ നിങ്ങളുടെ കയ്യിൽ അധികം മിച്ചമായിട്ടിരിക്കുക. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു 10,000 രൂപ എടുത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാം, അത് പ്രശ്നമൊന്നുമില്ല. 10,000 രൂപ കൊടുത്ത് നിങ്ങൾക്ക് വളരെ വില കൂടിയ ഒരു ഷൂസ് വാങ്ങിക്കാം, അതിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മിച്ചമുള്ളവന് ഇഷ്ടമുള്ള പോലെ ചിലവാക്കാം. അതുകൊണ്ട് കർണാടക തെലങ്കാന സർക്കാരുകൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലും കേന്ദ്രത്തിന് കർണാടകത്തിനെയും തെലങ്കാനയും ഒന്നും ഞെക്കിക്കൊല്ലാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. പക്ഷെ കേരളം അങ്ങനെയല്ല, കടുത്ത ധനപ്രതിസന്ധിയുള്ള സംസ്ഥാനമാണ്. ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിന് തീർച്ചയായിട്ടും ലോൺ ആവശ്യം വരും. ലോൺ എടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടി വേണ്ടി വരും, അല്ലെ അനുവാദം വേണ്ടി വരും. മുൻപ് കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി നിന്ന ലോണുകളൊന്നും അടച്ചു തീർക്കാത്തത് കൊണ്ട് ഇപ്രാവശ്യം കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദം വേണ്ടി വരും. സംഗതി അത്ര എളുപ്പമല്ല. ഇതാണ് ഇതിനകത്തിലെ ഒരു ഒളിഞ്ഞു കിടക്കുന്ന അപകടം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് രക്ഷപ്പെടാൻ ചോദിക്കും. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ ഒരു പ്രഖ്യാപനങ്ങൾ ഇവർ നടത്തുമോ? എന്തെങ്കിലും മനസ്സ് കണ്ടിട്ടുണ്ടാവില്ല ഇതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളത്. അതിപ്പം
ഈ നമ്മള് നമുക്ക് അപകടം പറ്റിക്കിടക്കുമ്പം നമ്മൾ വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോവാ. അപ്പം നമ്മള് കരയിൽ 2-3 പേരുണ്ട്. നമ്മൾ അവർക്ക് വലിയ വാഗ്ദാനം കൊടുക്കും, എന്നെ രക്ഷിക്കുന്നവന് വേണമെങ്കിൽ ഞാൻ ഇതൊക്കെ തരാമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കരയിൽ കയറിയിട്ടല്ലേ ബാക്കി കാര്യം. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സർക്കാർ ഈ മെയ് 15 തൊട്ട് സ്ത്രീകൾക്ക് ബസ്സിൽ ജൂൺ സൗജന്യ യാത്ര 15. അനുവദിക്കുമെന്ന് പറഞ്ഞ് ജൂൺ 15 ഈ 1000 രൂപയുടെ വർധനമാണ്, പിന്നെ അത്ര 3000 രൂപയുടെ വർധനമാണ് ആശാ വർക്കർമാർക്ക്. ആശാ വർക്കർമാർക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് ഞാൻ സർക്കാരിനെ തെറ്റൊന്നും പറയത്തില്ല, ഇത് UDF സർക്കാരിന്റെ കുഴപ്പമല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത് വലിയ ഇച്ഛാശക്തി വേണ്ടി വരും. ഇത് എന്തെങ്കിലും കാണാതെ കൊടുക്കുവോ എന്ന് ഗൗതം ചോദിച്ചത് ശരിയാണ്. ചില കണക്കൂട്ടലുകളൊക്കെ UDF സർക്കാരിനുണ്ട്. ആ കണക്കൂട്ടൽ എന്ന് പറയുന്നത്, ഇപ്പോ കേരളത്തിലെ പിരിക്കുന്ന മുഖ്യമായിട്ടും നമ്മുടെ വരുമാനം CGST, SGST അങ്ങനെയൊക്കെയുള്ള, അതായത് സ്റ്റേറ്റിന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ മൊത്തം റവന്യൂ റെസിപ്റ്റിലെ 40%-ത്തിനടുത്ത് 39% SGST എന്ന് പറയുന്ന സ്റ്റേറ്റ് GST ആണ്. GSTയിൽ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ആണ് SGST. ആ SGST ഇപ്പം നമ്മൾ തമിഴ്നാട്, കർണാടകം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ റവന്യൂ റെസിപ്റ്റിന്റെ 46% ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ എവിടെയോ നമ്മുടെ നികുതി പിരിവിൽ കാര്യക്ഷമതകൾ കുറവുണ്ട്. ആ നികുതി പിരിവിലെ കാര്യക്ഷമത വർദ്ധിപ്പിച്ച് നമുക്ക് വരുമാനം കൂട്ടാം എന്നുള്ളതായിരിക്കാം നമ്മുടെ മുഖ്യമന്ത്രി ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, കേരളത്തിലെ അനധികൃതമായ സ്വർണ്ണ വ്യാപാര മേഖലയിലാണ് നികുതി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇപ്പം 600-700 കോടി രൂപയാണ് കേരള സർക്കാരിന് ഈ സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്നും കിട്ടുന്നത്. കേരളത്തിൽ ഒരു വർഷം വിൽക്കുന്ന സ്വർണത്തിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള നികുതി കിട്ടുന്നില്ല. 3000 കോടി രൂപയിലധികം നികുതി കേരളത്തിന് കിട്ടേണ്ടതാണ്. ബാക്കി നികുതി എവിടെ പോയി? അത് പല രീതിയിൽ സർക്കാരിനെ വെട്ടിച്ചുകൊണ്ടുപോകും. ഇതുപോലെ പല മേഖലകളിലും വലിയ നികുതി വെട്ടിപ്പ് നടക്കുന്നു. ഈ നികുതി വെട്ടിപ്പിനെതിരെ വലിയ നടപടിയെടുത്താൽ ആദ്യം ബഹളം വെക്കാൻ പോകുന്ന ആരായിരിക്കും? മുസ്ലിം ലീഗ് ആണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം കേരളത്തിന്റെ ഈ വ്യാപാര മേഖല മുഴുവൻ നിയന്ത്രിക്കുന്ന ആൾക്കാര് മുസ്ലിം ലീഗിനോട് കൂറുള്ളവരാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇടപെടാൻ പോകുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും. മുസ്ലിം ലീഗ് ഇടപെട്ടാൽ അതിന് സ്റ്റേ കൊടുക്കേണ്ടി വരും, നടപടികൾ നിർത്തിവെക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് നികുതി പിരിവ് കാര്യക്ഷമമാക്കിയാൽ തന്നെ ഒരു വലിയ, ഇപ്പൊ കുടിശ്ശിക പല ഡിപ്പാർട്ട്മെന്റുകളിലും വൈദ്യുതി ബോർഡിന് ഒരുപാട് കുടിശ്ശിക കിട്ടാനുണ്ട്, സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്. കോടതിയുടെ സ്റ്റേ അല്ലെന്നാണ് പറയുന്നത്. സ്റ്റേ കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയക്കാരും മന്ത്രിതലത്തിലാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നികുതി പിരിക്കുന്നതിൽ അലംഭാവമുണ്ട്. പിന്നെ സർക്കാർ സ്ഥലമൊക്കെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാം. ഇപ്പൊ സർക്കാരിന്റെ സ്ഥലം ഒരു സ്ഥലത്ത് വേക്കൻ്റ് ആയിട്ട് ഒരു പ്രധാനപ്പെട്ട നഗരത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം? അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാവും. അല്ലെങ്കിൽ KSRTC ബസ്സുകളിൽ KSRTCയുടെ സ്റ്റാൻഡുകളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കാര്യക്ഷമമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? കാര്യക്ഷമത പല ഡിപ്പാർട്ട്മെന്റുകളിലും കൊണ്ടുവന്ന് അത് മെച്ചപ്പെടുത്താം. പക്ഷെ ഈ കാര്യക്ഷമത കൊണ്ടുവരുമ്പം യൂണിയനുകളാണ് ഇവിടെ എല്ലാം ഭരിക്കുന്നത്. കേരളത്തിലെ ഈ പിന്നെ എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് തൊട്ട് എല്ലായിടത്തും യൂണിയനുകളാണ്. അല്ലെങ്കിൽ പിന്നെ വേറൊരു വഴിയുള്ളത് മൂലധനം കേരളത്തിലേക്ക് ഒഴുകണം. ഞാൻ പറഞ്ഞല്ലോ, ഈ റവന്യൂ റെസിപ്റ്റ് കൂടാതെ പിന്നെ 2 തരത്തിലുള്ള വരുമാനമുണ്ട്. പിന്നെ കടമെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ മൂലധന നിക്ഷേപങ്ങൾ. ഈ മൂലധന നിക്ഷേപം വലിയ തോതിൽ വന്നാൽ അത് സർക്കാരിന് പ്രയോജനപ്പെടും. അപ്പൊ ഈ 5 വർഷം കൊണ്ട് പരമാവധി മൂലധന നിക്ഷേപം കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കുമോ? ഇതൊക്കെ കേന്ദ്രവുമായിട്ട് ചേർന്ന് നിന്നിട്ടേ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് സതീശൻ എന്ന മുഖ്യമന്ത്രി വളരെ ബുദ്ധിപൂർവ്വം നിന്ന് അദ്ദേഹം കേന്ദ്രവുമായിട്ട് സംഘർഷത്തിന് പോകാതിരിക്കും എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഇന്നലെ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പൂർണ്ണ രീതിയിൽ വന്ദേമാതരം പാടിയപ്പോൾ തന്നെ നമുക്കത് വ്യക്തമാണ്. അത് കോൺഗ്രസ് ഇതെല്ലാം അതൊരു മെസ്സേജിംഗ് ആണ്. തീർച്ചയായിട്ടും ഇതെല്ലാവേ ഈ വന്ദേമാതരം പിന്നെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പാടിയതിൽ ഒരു തെറ്റുമില്ല. കാരണം വന്ദേമാതരം പിന്നെ ഞാൻ കോൺഗ്രസിന്റെ പല ക്യാമ്പുകളും പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ പഴയ കാലത്ത് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ക്യാമ്പുകളൊക്കെ തുടങ്ങുന്നത് വന്ദേമാതരം പാടിക്കൊണ്ടാണ്. വന്ദേമാതരം ഏതാണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ ഗാനമാണത്. ആ ഗാനം പാടുന്നതിൽ സതീശൻ എന്തിനാണ്? ഇതൊക്കെ ഈ കോൺഗ്രസിന്റെ ഇടതുപക്ഷവൽക്കരണം അത് നിർത്തിവെക്കാൻ സതീശന് പറ്റിയാൽ
കോൺഗ്രസിനെ ഉള്ളിൽ അതിക്രമിച്ച് കയറി കോൺഗ്രസിന്റെ നയങ്ങളെ ഇടത് നയങ്ങളാക്കി മാറ്റുന്ന ഒരു വിഭാഗം നുഴഞ്ഞുകയറ്റക്കാരെ ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും ഈ ബംഗാളിലോട്ട് കടന്നു കയറുന്നവരെ സുവേന്ദു അധികാരി തടഞ്ഞതുപോലെ സതീശനും ഇക്കാര്യത്തിൽ ഇടതുപക്ഷ പിന്നെ പിന്നെ കോൺഗ്രസിന്റെ എന്ന ആട്ടിൻതോലിട്ട് വരുന്ന ഇടതുപക്ഷ ചെന്നായ്ക്കളെ ഇതിനുള്ളിലോട്ട് കയറ്റാതിരുന്നാൽ കുറെ കാര്യങ്ങൾ കാര്യക്ഷമമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ, സമയപരിമിതി പോലെ ഞാൻ നിർത്തുകയാണ്, വരുന്ന ദിവസങ്ങളിൽ ഇതൊരു മുൾക്കിരീടം തന്നെ ആയിരിക്കും ധനകാര്യമന്ത്രി പദവി അദ്ദേഹത്തിന്. അദ്ദേഹം അത് എങ്ങനെ കൈകാര്യം ചെയ്ത് ആ മുൾക്കിരീടത്തെ ഒരു സുവർണ കിരീടമാക്കി മാറ്റിയെടുക്കുമോ അതിനുള്ള ഇച്ഛാശക്തി ഉള്ള ആൾ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം ഒരു പോരാളിയാണ്. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിൽ ഇത്ര മനോഹരമായി ഫൈറ്റ് ചെയ്ത് MLA-മാരുടെ പിന്തുണയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റി. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തൊക്കെയോ തന്ത്രങ്ങൾ ഉണ്ടാവാം. ആ തന്ത്രങ്ങൾ എന്തായാലും ശരി, അത് കേരളത്തിന്റെ പിന്നെ സാമ്പത്തിക, അതുപോലെ തന്നെ കേരളത്തിന്റെ തൊഴിൽ മേഖലയിൽ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ന്യായീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറഞ്ഞ പക്ഷം ഞാനെങ്കിലും അത് ശരിയാണെന്ന് പറയും. ഇതാണ് എനിക്ക് പറയാനുള്ളത്.